ധൈര്യം ഉണ്ടെങ്കിൽ ട്രിഗർ വലിക്കടാ, വലിക്കടാ. വലിക്കടാ. ത്യാഗരാജ, വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. വേണ്ടടാ മോനെ, വേണ്ട. ചേച്ചി പറയുന്നു കേക്ക്. എന്റെ കൺമുന്നി വെച്ച് വേണ്ട. ബാലുവിന് വേണ്ടി നീ പ്രതികാരം ചെയ്യുന്നത് കാണാൻ തന്നെയാ ചേച്ചി കാത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ച് വേണ്ട. എന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രം ഇപ്പൊ ഞാൻ നിന്നെ വിടുക. ഇവിടെ വെച്ച് നീ ചാവില്ല. ഇവിടെ വച്ചെന്നല്ല, ഒരിടത്ത് വെച്ചും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം. ജയിലിൽ പോയി സിദ്ധുവിനെ കണ്ടിട്ടാ ഞാൻ വരുന്നേ. മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട്. ആ തീരുമാനങ്ങളിൽ ഒന്ന്, ഇനിയും ഞങ്ങളെ നോവിക്കുന്നവരെ വെറുതെ വിടില്ല എന്നാ. ഇനിയും പിറകെ നടന്നും വേട്ടയാടാൻ വന്ന ചന്ദ്രമതിയുടെ മുൻപിൽ വെച്ച് എന്നെ കൊല്ലാതെ വിടാൻ പറഞ്ഞല്ലോ. വല്ലാത്ത കരുണയാ നീ എന്നോട് കാണിച്ചത്. താങ്ക് യു. മോനെ, അവിടെ തീർക്കണമായിരുന്നു. തീർക്കണം, പക്ഷെ ഇവിടെ വെച്ച് വേണ്ട. ദേവി, അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ പോയിന്ന് അന്വേഷിച്ചിട്ട് വന്നാലോ? അമ്മേ, അമ്മേ, അച്ഛനെ കാണാൻ പറ്റിയോ? കണ്ടു. അച്ഛനെ കാണാൻ പോണ്ടായിരുന്നു. അച്ഛനൊന്നാമത് ആകെ മനസ്സ് വിഷമിച്ച് കഴിയായിരിക്കും. ആരെയും കാണാതെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കാണും. നമ്മളിൽ ആരെങ്കിലും ചെന്നാ സങ്കടം കൂടുകയുള്ളൂ. സിദ്ധുവിന് മാത്രമല്ല, എനിക്കുണ്ട് സങ്കടം. അത് കുറയണമെങ്കിൽ എനിക്ക് സിദ്ധുവിനെ കാണണം. അമ്മേ, അച്ഛൻ എന്താ പറയുന്ന അമ്മേ? തനൂജയുടെ കാര്യത്തില് അച്ഛന്റെ തീരുമാനം മാറ്റിയോ? ബലരാമൻ അങ്കിളാണ് തനൂജയുടെ അച്ഛനെന്ന് പുറത്ത് പറയുവോ? ഇല്ല, സിദ്ധു വ്യക്തമായി തന്നെ അത് പറഞ്ഞു. ബലരാമന്റെ ആത്മാവിനോട് നീതികേട് കാണിക്കാൻ പാടില്ലെന്നു. വേണ്ട, ഇനി നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സിദ്ധുവിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല.
ആ നന്ദ, എന്താ അമ്മേ? ആ ത്യാഗരാജൻ ഇനി നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. അതിനി അവന് ധൈര്യം കിട്ടില്ല. അല്ല, അതിന് ത്യാഗരാജനെ ഉപദ്രവിച്ചെന്ന് ആരാ പറഞ്ഞത്? നിന്നെ അവന്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയില്ലേ, മർദ്ദിച്ചില്ലേ? കഴിഞ്ഞ ദിവസം നിന്നെ കാണാതിരുന്നത് നീ മനഃപൂർവ്വം മാറി നിന്നാണെന്നാ എന്നോട് പറഞ്ഞത്. അത് പക്ഷേ ത്യാഗരാജന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതല്ലേ? നിന്നെ അടിച്ച് അവശനാക്കിയില്ലേ? അമ്മേ, ഞാൻ വേണ്ട മോനെ, മക്കളുടെ മുഖമൊന്ന് മാറിയ അവര് വിഷമിച്ചാൽ അമ്മമാരത് തിരിച്ചറിയും. നിന്റെ മുഖത്തുള്ള ഈ പാടുകൾ അമ്മ കണ്ടില്ല എന്നാണോ നീ കരുതിയത്? അവൻ എന്താ വിചാരിച്ചത്? ചന്ദ്രോത്ത് ഒരാളെ തൊട്ട ആരും ചോദിക്കാനും പറയാനും ചെല്ലില്ല എന്നോ? ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പറയേണ്ടത് പറയുകയും ചെയ്തു. അവന് മനസ്സിലായി, അടുത്തതിന് ഞാൻ ചെല്ലുന്നത് പറയാനായിരിക്കില്ല, പറയുന്നത് ചെയ്യാനായിരിക്കുന്നു. സത്യം പറഞ്ഞ സിദ്ധുവിനെയും കണ്ട് തേവക്കാടും പോയി കഴിഞ്ഞപ്പോ മനസ്സൊന്ന് ശാന്തമായി, ഒരു ശക്തി കിട്ടി. ആര് വന്നാലും നേരിടാനുള്ള ശക്തി. അതല്ല മോളെ, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട സമയമല്ലേ ഇത്? ചന്ദ്രോത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ ആളായിട്ടോ പണമായിട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവര് കരുതും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന്. അവരങ്ങനെയൊന്നും കരുതില്ലമ്മേ, അവർക്കറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. അച്ഛനൊന്നും അവിടം വരെ പോകായിരുന്നില്ലേ? ഞാനും വരാം. നമ്മളങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്താ കാര്യം? പഴയ അവസ്ഥയാണോ അവിടെ? ഒരു പ്രകാരത്തിലും അവരെ സഹായിക്കാനോ സമാധാനിപ്പിക്കാനോ നമുക്ക് പറ്റുമോ? മാധവേട്ടൻ പറയുന്ന നേരാ, നമ്മൾ ചെല്ലുന്നതാവും അവർക്ക് ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നത് ചന്ദ്രോത്ത് വീടിന് എന്തോ ദോഷമുണ്ടെന്നാ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യരെ വിളിച്ചൊന്ന് നോക്കിക്കണം. മീരയുടെ ആ കേസൊക്കെ കഴിഞ്ഞ് എന്ത് സമാധാനത്തിൽ വരുമായിരുന്നു. പ്രഭാന്റിയും സിദ്ധാർത്ഥൻ സാറും കൂടി ഇവിടെ വന്ന് സമ്മാനമൊക്കെ തന്നത് കണ്ണീന്ന് പോകുന്നില്ല. രണ്ട് വലിയ ആളുകളുടെ ജീവിതമല്ലേ ഇല്ലാതായത്. ബലരാമൻ സാറ് മരിച്ചു, സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ പോയി. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കത്തിലായിരിക്കും ചന്ദ്രോത്ത്. അന്നന്നത്തെ കാര്യങ്ങൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഊഹിച്ചൂടെ? പല വഴിക്കല്ലേ ഇപ്പൊ കാശ് പോകുന്നത്. ആസ്പത്രി ചെലവ്, കേസിന്റെ പ്രശ്നങ്ങൾ. നമുക്കവരെ ഇങ്ങോട്ട് വിളിക്കാച്ചാ, കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. വിളിക്കാം, പക്ഷെ അവര് വരില്ല. നമുക്കുകൂടി പ്രയാസമാവുമല്ലോ എന്ന് ആലോചിക്കും. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നമ്മുടെ കടമയാണ്. മരുമകൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
എസ്റ്റേറ്റിലെ സൂപ്രണ്ട് ജോൺ സാറിനോട് കുറച്ച് രൂപ ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം മാധവേട്ടാ. എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല. ചെറിയൊരു സംഖ്യ ദേവിയേക്ക് എത്തിക്കണം. ആ ചന്ദ്രമതിയും ത്യാഗരാജനെയും പിടിച്ച് ജയിലിലടയ്ക്കുക ആദ്യം ചെയ്യേണ്ടത്. പോലീസും രാഷ്ട്രീയക്കാരും ഒക്കെ അവരുടെ കൂട്ടാം. ചന്ദ്രമതിയും ത്യാഗരാജനും ചേർന്ന് ഇനിയും നാശങ്ങൾ ഉണ്ടാക്കും. ഉറപ്പാ. ചന്ദ്രുത്ത കാര്യങ്ങളൊന്നും പറയേണ്ട ലീലാമ്മേ. നന്ദന് ജീവനോടെ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. രജനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പാവം, അവൾ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് വെച്ച് ഞാനോ ഗിരിയോ പറഞ്ഞിട്ടില്ല. ഒന്നാമതേ ഓരോ വിഷമത്തിലിരിക്കുക. ആ അതെ, ഗിരിയും മുരളിയും കൂടെ ചെന്നാ നന്ദനെ രക്ഷിച്ചത്. പാവം, നന്ദനെ ഗുണ്ടകൾ ശരിക്കും ഉപദ്രവിച്ചിരുന്നു. നന്ദിനി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്നോടെല്ലാം മറച്ചു വെച്ചല്ലേ? മോളെ, മനഃപൂർവ്വമായിട്ടല്ല ഒന്നും പറയാത്തത്. എന്നാലും ശരി, അവനെന്റെ അനിയനല്ലേ അമ്മേ? അവരെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അറിയണ്ടേ? എനിക്കറിയാം, എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. പാവം നന്ദൻ, എനിക്ക് അവനെ ഒന്ന് കാണണം. മോളെ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. എന്റെ അനിയനെ എനിക്കൊന്ന് കാണണം. എന്താ എന്താ അമ്മേ? എന്നാലും എന്നോടൊന്ന് പറയാൻ പാടില്ലായിരുന്നോ ഗിരിക്ക്? എനിക്ക് വീട്ടിൽ പോണം, നന്ദനെ കാണണം. അവനിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ നടന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഗിരി, എന്റെ വീഴ്ചയാ. ആ ലീലാമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അവൾ ഈ വിഷയമൊക്കെ എങ്ങനെയോ അറിഞ്ഞു. ഓരോന്ന് ചോദിച്ചപ്പോ നന്ദന്റെ കാര്യം അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി. അത് രജനി കേട്ടു. ചന്ദ്രോത്ത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു കാണും. ഒക്കെ എന്നെ അറിയിക്കണ്ടെന്ന് കരുതി പറയാതിരിക്കുവല്ലേ? രജനി, ചന്ദ്രോത്ത് നീ അറിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. പിന്നെ നന്ദന്റെ കാര്യം നിന്നെ അറിയിക്കാത്തത്. നീ തന്നെ ആശുപത്രിയിൽ നിന്ന് വന്ന് നിൽക്കുകയല്ലായിരുന്നു? അതിന്റെ വേദനയിലും ഔഷധയിലും ഒക്കെ അല്ലായിരുന്നു? വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ അസുഖമുള്ളവരെ അറിയിക്കാതിരിക്കുന്നത് ഒരു മുൻകരുതലാ, പൊതുരീതിയാ. അവരുടെ പ്രയാസം കൂട്ടണ്ട എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ. അതിനി ഒരു മഹാകാര്യമാക്കണ്ട. എന്നാലും എന്നോടൊന്ന് സൂചിപ്പിക്കാത്ത എന്താ? സൗകര്യം ഇല്ലാത്തോണ്ട് പോയി കേസ് കൊടുക്ക്. ഗിരി, എന്താണ് ഒരു മര്യാദ ഇല്ലാതെ ദേഷ്യപ്പെടുന്നേ? അമ്മേ, ഫോൺ ചെയ്യുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തവര് ഈ വീട്ടിലുണ്ടെന്ന് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. നീ ഒന്ന് നിർത്ത് ഗിരി. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു കരച്ചില. പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എനിക്ക് വേണ്ടിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാ നിന്നോടത് പറയാതിരുന്നത്. നിന്റെ ഡിപ്രഷൻ കൂട്ടണ്ടെന്ന് കരുതിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നീയും ഇത്തരം അവസ്ഥകളിൽ പലതും പലരോടും പറയാതിരുന്നിട്ടുണ്ടാവും. പിന്നൊരവസരത്തിൽ സ്വാഭാവികമായിട്ട് അവരതൊക്കെ അറിയുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാമേ, ഇനിയിപ്പോ എന്ത് കാര്യം നടന്നാലും ഉള്ളതുള്ള രീതിയിൽ തന്നെ അങ്ങ് വിളിച്ചു പറയാം. എന്താ? മതി, നീ ഒന്ന് മിണ്ടായിരിക്കെ. മോൾ അപ്പോഴത്തെ വിഷമത്തിൽ ഒരു പരിഭവം കാണിച്ചു, നീ വഴക്ക് പറഞ്ഞു, അത് തീർന്നു. ഇനി മതി. രജനി മോളെ, കരയണ്ട. കണ്ണുടയ്ക്ക്. ഗിരി പറഞ്ഞ പോലെ എന്റെ ഒരു ശ്രദ്ധ കുറവാ, പറ്റിപ്പോയി. ഇനി ഞാൻ നോക്കിക്കോളാം.
ഇനി ഇനി ഗിരി ക്ഷമ പറഞ്ഞാലേ നിന്റെ സങ്കടം മാറുള്ളൂ. ഗിരി, സോറി, എന്റെ തെറ്റ. പെട്ടെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നന്ദൻ എനിക്ക് അനിയനല്ല, മോനെ പോലെ. അവനിങ്ങനെയൊക്കെ വന്നു എന്നറിഞ്ഞപ്പോ നെഞ്ചു പൊട്ടിപ്പോയി. നിനക്ക് മാത്രമല്ല, എനിക്കും അവൻ അനിയനും മോനും ഒക്കെ തന്നെയാ. അതുകൊണ്ടാ ഞാൻ എന്നെ കുറിച്ച് പോലും ചിന്തിക്കാതെ മുരളി ഒത്ത ആ ഗുണ്ടകളെ നേരിട്ടത്, അവനെ രക്ഷപ്പെടുത്തിയത്. മാഡത്തിനോടും ദേവികയോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അവരറിഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാം, ഇത്രയൊക്കെ ചെയ്തിട്ടും ചെയ്തതിന് ഒരു വിലയും കൊടുക്കാത്ത പോലെ സംസാരിക്കുമ്പോ ദേഷ്യം വന്നു കാണുന്നു. സോറി ഗിരി. ഇനി സോറി ഒന്നും പറയണ്ട. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയല്ലോ. പിന്നെന്താ? രണ്ടെണ്ണം കൊള്ളാം, കൊച്ചുകുട്ടികളെ പോലെ. പ്രേമിച്ച് നടന്നപ്പോ വിളിച്ചോണ്ട് വരാത്ത നന്നായി. അതെന്താ അമ്മേ? ഇപ്പൊ ഇങ്ങനെ, അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും? ഗിരി, നമുക്ക് ചന്ദ്രോത്ത് ഒന്ന് പോകാമോ നാളെ? പോവാം. നന്ദനെയും കാണാം, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. നാളെ നിന്റെ അമ്മ അഡ്വക്കേറ്റ് രംഗനാഥ കൈമളിനെ കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന്റെ കാര്യങ്ങളൊന്നും അറിയണം. ഇല്ലില്ല, സുപ്രീം കോടതിയിൽ അപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഡീറ്റെയിൽഡ് മീറ്റിംഗ് വേണം. കുറെ ക്ലാരിറ്റി കിട്ടാനുണ്ടേ. മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. സർ, പ്രഭാവതി. ആ പ്രഭാവതി മാഡം വന്നിട്ടുണ്ട്. ആ, വരാൻ പറയൂ. ശരി. വരൂ മാഡം. നമസ്കാരം സർ. നമസ്കാരം, വരൂ, ഇരിക്കണം. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി അല്ലേ? മുൻ MLA സിദ്ധാർത്ഥന്റെ ഭാര്യയല്ലേ? അതെ സർ. ഞാൻ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത് പറഞ്ഞ ചോദ്യത്തിനാണ് ഉത്തരം തരാൻ തോന്നിയത്. സിദ്ധു കൊല ചെയ്തിട്ടില്ല സർ. കോടതിയിൽ നമ്മുടെ വാദം ജയിക്കുന്നതുവരെ റിമാൻഡ് പ്രതിയാണ് സിദ്ധാർത്ഥൻ. ബലരാമൻ വധത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സും പേപ്പർ കട്ടിങ്സും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം സർ. വിഷമിക്കണ്ട, നമുക്ക് ശ്രമിക്കാം. ധൈര്യമായിട്ടിരിക്കൂ. സാറിന്റെ വാക്ക് കേൾക്കുമ്പോ തന്നെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. സിദ്ധു, എന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സർ. ആയിരിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കും അറിയാം. നല്ല വ്യക്തിയാണ്, സത്യസന്ധനാണ്, നന്മയുള്ളവനുമാണ്. പക്ഷെ മാഡം, ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത അറിയാമല്ലോ, തെളിവ്. സിദ്ധാർത്ഥൻ കുറ്റം ചെയ്തില്ല എന്നതിന് തെളിവുകളാണ് വേണ്ടത്. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും തെളിവില്ലെങ്കിൽ കോടതിയിൽ കേസ് നിൽക്കില്ല. ചിലപ്പോ കുറ്റം ചെയ്തുവെന്ന് പൊതുസമൂഹത്തിന് പൂർണ്ണമായിട്ടും ബോധ്യമുള്ളവരെ വരെ കോടതിക്ക് വെറുതെ വിടേണ്ടി വരുന്നു. അത് പക്ഷേ കോടതിയുടെയോ വിധിക്കുന്ന ജഡ്ജിയുടെയോ കുറ്റമല്ല. തെളിവില്ലെങ്കിൽ ജഡ്ജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദൃക്സാക്ഷികളുടെ മൊഴികളൊക്കെ സിദ്ധാർത്ഥിനെതിരാണ്. സാഹചര്യ തെളിവുകളും ധാരാളം. പിന്നെ മുൻവൈരാഗ്യത്തിന്റെ തെളിവുകളും ഉണ്ട്. ഞാൻ പറയുന്നത് സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെന്ന് പ്രഭാവതിക്ക് കൂടി ബോധ്യമാകാനാ. എനിക്കറിയാം സർ. ഹരിയേട്ടൻ, ജഡ്ജി ഹരികൃഷ്ണൻ, അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു.
അദ്ദേഹമാ പറഞ്ഞത് രംഗനാഥ കൈമൾ വക്കീല് തന്നെ വാദിക്കണമെന്ന്. അദ്ദേഹം ഇനി കുറച്ചുനാൾ വിദേശത്തായിരിക്കുമെന്ന് പറഞ്ഞു. അതെ, ഹരിയേട്ടന്റെ ഭാര്യ ഡോക്ടർ ജാനകി ഇപ്പൊ UK പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്കറിയാം. ഇതിലിപ്പോ നമുക്ക് വേണ്ടത് ബലരാമൻ ആത്മഹത്യ ചെയ്തു എന്ന് പ്രൂവ് ചെയ്യുകയാണ്.